തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പൂരം അവലോകന യോഗം തൃശൂർ രാമനിലയത്തിൽ ചേർന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, വി എൻ വാസവൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തു. ഇത്തവണത്തെ തൃശൂർ പൂരം കളറാകുമെന്ന യോഗത്തിന് ശേഷം മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. തൃശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തൃശൂർ കോർപ്പറേഷനും ചേർന്ന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. പ്രധാന സ്ഥലങ്ങളിലെല്ലാം പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. സുരക്ഷയ്ക്കായി 4000 പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തവണ നിയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 4000-ഓളം പോലീസുകാരെ വിന്യസിക്കാൻ തീരുമാനിച്ചു. അതിൽ WPC ഉൾപ്പെടെ ആവശ്യത്തിന് ഉറപ്പാക്കിക്കൊണ്ടാണ് അതിൽ വിശേഷിച്ച് പരിചയസമ്പന്നരായ പോലീസുകാരെയാണ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം വിന്യസിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതാണ് പോലീസുമായി ബന്ധപ്പെട്ട് പ്രധാനമായി നമ്മൾ നിശ്ചയിച്ച ഒരു കാര്യം. രാത്രി പൂരങ്ങളുടെ എഴുന്നള്ളിപ്പുകൾക്ക് ശേഷം മാത്രമായിരിക്കും ബാരിക്കേഡ് കെട്ടിയുള്ള നിയന്ത്രണം ഉണ്ടാവുകയെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. മുൻകരുതൽ എന്ന നിലയിൽ 66 ആംബുലൻസുകൾ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിക്കും. DMOയുടെ സർട്ടിഫിക്കറ്റ് പതിപ്പിച്ച ആംബുലൻസുകൾക്ക് മാത്രമേ നഗരത്തിൽ പ്രവേശനമുണ്ടാകൂ. മുൻഗണനാക്രമത്തിൽ DTPCയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന 125 വിനോദസഞ്ചാരികൾക്ക് മാത്രമായിരിക്കും VIP ഗാലറിയിൽ പൂരം കാണാൻ സൗകര്യം ലഭിക്കുക. 18 ലക്ഷത്തോളം പേർ ഇത്തവണ പൂരം കാണാനെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത്തവണത്തെ പൂരം കളർഫുൾ പൂരമായിരിക്കുമെന്നും മന്ത്രി കെ രാജൻ കൂട്ടിച്ചേർത്തു. ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഗാലറിയാണ്. ടൂറിസ്റ്റുകൾ DTPCയുമായി ബന്ധപ്പെട്ട് RRTV 12 വഴി വരെ പാസ്പോർട്ട് അടക്കമുള്ള സംവിധാനങ്ങളോടെ അവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനും ആദ്യമായി എത്തിച്ചേരുന്ന 123 ടൂറിസ്റ്റുകൾ കുടമാറ്റം കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും DTPCയിൽ പാസ്പോർട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന നിലവാരത്തിലാണ് കാര്യം നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട വാസവ മിനിസ്റ്ററുടെ നിർദ്ദേശം പോലെ സ്വകാര്യ ബസ് ഓണേഴ്സിനെ കൂടി വിളിച്ചു ചേർത്ത് കൂടുതൽ ബസ്സുകൾ പൊതുമേഖലകളിലേക്ക് ഉൾപ്പെടെ സർവീസ് നടത്തി പൂരത്തെ ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി അവലോകന യോഗങ്ങൾ ഇതുവരെ നടത്തിയിട്ടുണ്ട്. പരമാവധി മുന്നൊരുക്കത്തോടെ കുറ്റമറ്റ രീതിയിലായിരിക്കും ഇത്തവണ തൃശൂർ പൂരം നടക്കുകയെന്ന് മന്ത്രി ആർ ബിന്ദുവും അറിയിച്ചു. ജനം, തൃശൂർ.